മൈ ഡിയർ കല്യാണിക്കുട്ടി, നീ സുന്ദരിയാണ്, സുമുഖിയാണ്, സുശീലയാണ്. നീയല്ല തറ, ഞാനാണ് തറ. ഞാനാണ് തറയിൽ കിടക്കേണ്ടത്. എങ്കിൽ എന്നോട് പറ ഐ ലവ് യു എന്ന്. ഈ ഐ ലവ് യു ആർക്ക് വേണം? ഞാനിപ്പോൾ എം ഡിയെ വിളിക്കും, എം ഡി വരും, കമ്പനി പൂട്ടും, കാതയുടെ ജോലി പോവും. എം ഡി അല്ലെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു. ജനകമോൻ ടി വിയുടെ പ്രതിഭാസംഗം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്ന അതിഥി എരുമേലിയുടെ വളരെ പ്രശസ്തനായ ഒരു കലാകാരനാണ്. തൻ്റെ കഴിവുകൾ പല മേഖലകളിലും പ്രകടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ സ്വന്തം റോബർട്ട് എരുമേലിയാണ് ഇന്ന് നമ്മുടെ അതിഥി. നമുക്ക് റോബർട്ടിൻ്റെ വിശേഷങ്ങൾ അറിയാനത് അദ്ദേഹമായിട്ട് നമുക്ക് കുറച്ച് നേരം അല്പനേരം സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം സാർ. ജനമുഖം ടി വിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഹരിസാറിനും ആദ്യമേ നന്ദി. എന്തൊക്കെയാണ് ഈ സാധാരണ ട്രൂപ്പുകളിലൊക്കെ ചെയ്യുന്നത്? ട്രൂപ്പുകൾ ഞാൻ സ്കിറ്റ് കളിക്കും, സ്റ്റാർ ചെയ്യും, സ്റ്റാറിൻ്റെ വോയിസ് ചെയ്യും, പിന്നെ ഫിഗർ. അതെ, ഫിഗർ വളരെ പ്രശസ്തമായ കാര്യങ്ങളാണല്ലോ. മമ്മൂട്ടി പിന്നെ ആരൊക്കെയാണ്? മമ്മൂട്ടിയുടെ 3-4 പടത്തിൽ ഫിഗർ ചെയ്യുന്നുണ്ട്. പിന്നെ ടോവിനോ ഇടയ്ക്ക് ഈ കൊല്ലം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. പക്ഷേ ടോവിനോടെ ഒക്കെ ചെറിയ ഏട്ടമുണ്ട് കേട്ടോ, കോൺവെൻ്റ് അല്ല. മനോജ് കെ ജയൻ ചേട്ടൻ്റെ അനന്തപുത്ര ദിഗംബരൻ. കളരിക്കൽച്ചെമ്പ, നിന്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അഭ്യാസങ്ങളും മാമുറകളും മറക്കാത്ത കളരിക്കൽച്ചെമ്പ, നിനക്കെന്താണ് വേണ്ടത്? ഞാനൊരു സാത്വികനാണ്, എന്നെ വെറുതെ വിടൂ. അമാവാസി നാളിൽ ജനനം, ആയില്യം നക്ഷത്രം. അതായത് ഭയങ്കര പ്രകടനമായിരുന്നു പുള്ളി അതിനകത്ത്. അപ്പോൾ ഞാൻ ദുൽഖർ സൽമാൻ്റെ CIA ഒരു കുറച്ച് സാധനം പറയാം. ബസ്സിന് കല്ലെറിഞ്ഞും പോസ്റ്ററിഞ്ഞ ഒരുപാട് പിള്ളേരുണ്ട് ഇവിടെ. കൈലഞ്ചിൻ്റെ പൈസ കാണില്ല, ഷെയറെ ചതുക്കിയല്ല, വഴിയിലിട്ട് ചോദത്തില്ല. സാറേ, നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയത്തില്ലാണ്ട് അവർ വിചാരിച്ച നടക്കാത്തായിട്ടൊന്നുമില്ല. വരട്ടെ സാറാ മേരി കുര്യ എന്ന് പറഞ്ഞൊരു സാധനം. പിന്നെ നമുക്ക് ദുൽഖറിനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു യുവതാരങ്ങളാണ് അജു വർഗീസ് കൂടെ പറയാം. എൻ്റെ പൊന്നില്ലാസേ, നീയല്ലേ വീട്ടിൽ കല്യാണം നടക്കുകയില്ല. നിങ്ങൾ തമ്മിൽ ഷാപ്പ് ചെയ്ത് സംസാരിക്കുന്നത് നിങ്ങളറിയാതെ ഞാൻ മൊബൈൽ ഫോണിൽ പിടിച്ചു. എടാ, അവനും അവളും തമ്മിൽ കിടന്ന് അവിടെ കിടന്ന് അർമാദിക്കുക. നീ ഇവിടെ കിടന്ന് അർമാദിച്ചു. എടാ, എന്നെ ലഡു കൊണ്ടെറിയല്ലേടാ, എനിക്ക് ഷുഗറാടാ, ഷുഗർ. ദിലീപിൻ്റെ ഒരു പടത്തിലെ. അതെ, നമ്മൾ ഈ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോഴേ നമുക്ക് അന്നേരം കിട്ടുന്ന ഒരു അതെ ഒരു സ്റ്റാർ ചെയ്യുമോ അല്ലെങ്കിൽ സാറാണ് അതിനൊരു നമുക്കൊരു വലിയ ഒരു സാധനം കാണിച്ച് കഴിയുമ്പോൾ ഒരു ക്ലാപ്സ് കിട്ടുമ്പോൾ ഉള്ളൊരു അതെ നമ്മുടെ ഒരു സന്തോഷം, അത് വേറൊരു. പിന്നെ ഇപ്പോൾ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? ഞാൻ സംഘകലയല്ല ഫസ്റ്റിലെ നമ്മൾ പ്രൊഫഷണലായിട്ട് പോകുന്നത് 98-99 വർഷമൊക്കെ. അന്ന് ഞാൻ തിരുവനന്തപുരത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പ്രോഗ്രാം ഒക്കെ ആയിട്ട് മിമിക്സ് പരേഡ് ഒക്കെ വരുമ്പോഴേ നവിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സാഗർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഹൈ പ്രോഗ്രാം, ഉൾപ്പെടെയൊക്കെ ആൾക്കാരൊക്കെ ആ സമയത്ത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര അവസരങ്ങളില്ല. അങ്ങനെ അവസരങ്ങൾ കിട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മറ്റൊരാളായി പോകാനുള്ള ചാൻസ് ഒക്കെ ആയിരുന്നു. ചില സമയങ്ങൾ നമുക്ക് ചിലടത്ത് എത്താൻ പറ്റാതെ വരുമ്പോൾ. അതുപോലെ അബിക്കയുടെ കാര്യം പറയുമ്പോൾ അബിക്ക കളിച്ച് ഒരു സ്റ്റേജിൽ കോഴിക്കോട്, അന്ന് ഞാൻ കൊല്ലം അശ്വതി ഭവനിലാണ് കളിക്കുന്നത്. അപ്പം അശ്വതി ഭവൻ എന്ന് കളിക്കുന്നത് നമ്മുടെ മേള രഘുചേട്ടനല്ലേ, മേള സിനിമയിലെ പൊക്കം കുറഞ്ഞു മരിച്ച് പുള്ളിയായിരുന്നു അതിൻ്റെ ലീഡ് ചെയ്ത് കളിക്കുന്നത്. പെട്ടെന്ന് ഇതായി, കാരണം അത്രയും വലിയൊരു സീനിയർ കലാകാരൻ വന്ന് തലേദിവസം കളിച്ച് പ്രകമ്പനം കൊള്ളിച്ചു പോയ സ്റ്റേജാണ്. നമ്മൾ വ്യത്യാസം നമ്മൾ കയറുക. അപ്പോൾ നമ്മൾ പരസ്പരമൊക്കെ എല്ലാ ആർട്ടിസ്റ്റ്. അപ്പം ജ്യോതിഷ് കലാഭവൻ അങ്ങനെ ഇപ്പോൾ പുള്ളിയില്ല, ഫീൽഡിൽ നിന്ന് മാറി. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെ ചെന്ന് കളിച്ചു. പക്ഷേ ആ പരിപാടി ഭയങ്കര ബോംബായിരുന്നു. അവർ നമ്മളെ എന്താ പറയുക, ഈ പരിപാടി വിജയിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അന്ന് നമ്മളൊരു പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് വിജയിച്ച് കഴിയുമ്പോഴത്തേനുള്ള അവരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ സാറിന് അറിയാമല്ലോ. ഇപ്പൊ സാധാരണ പ്രോഗ്രാം കഴിഞ്ഞ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് പറഞ്ഞാൽ അങ്ങനല്ലേ. നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞൊരു സ്വീകരണവും ഒരു വലിയ കാര്യങ്ങൾ അവിടെ വന്ന് ചുറ്റും കൂടി ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ വരുമ്പോൾ ആൾക്കാർ ഓടി വരും. ഈ വണ്ടിയൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് പേര് പുറകെ ഓടും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ട്. അതെ, ഞാൻ സ്റ്റാർ കുറേ നേരത്തെ ഒരു കുറച്ച് പ്രൊഫഷണലായിട്ടോ ഇപ്പം ഞാൻ ഇച്ചിരി പ്രോഗ്രാം കുറച്ചേക്കുന്ന ഒരു സമയമാണ്. ഇപ്പം നമ്മുടെ വീട് കാര്യങ്ങൾ കുറച്ച് പരിപാടി അന്നിപ്പോൾ പോകുന്ന സമയത്ത് 10-40 നടന്മാരെ പറയുമായിരുന്നു. ഇപ്പം പിന്നെ മോഹൻലാൽ, ശ്രീനിവാസന്,
പൃഥ്വിരാജ്, അങ്ങനെ വിനയ് ഫോർട്ട്, അങ്ങനെ കുറേ നടന്മാരെ. ഇതിൽ നമുക്ക് ഏറ്റവും ഈ ആൾക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കരമായി പോയി ഇത് നന്നായിരുന്നു എന്നൊക്കെ ശരിക്കും ചിലർ ഹിമാപറന്തിലൊക്കെ ഉണ്ടാവും. അത് കൊള്ളായിരുന്നു. ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ ഓക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്ന ചില കാര്യങ്ങളിൽ ആരാണ്, ഏത് നടനാണ് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ നമ്മുടെ തൊണ്ടയിൽ? മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്തിട്ടാണല്ലോ പിന്നെ സ്റ്റാർ വോയിസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആൾക്കാർക്ക് കൂടുതലൊരു ഇഷ്ടമാണ്. മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്യും, മോഹൻലാൽ വോയിസ് അവിടെ വന്ന് ചെയ്യുന്നത്. നീ എന്നെ ഒറ്റിക്കൊടുത്തല്ലേ? ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനാണെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമല്ലോ. പക്ഷെ അതൊന്നുമല്ല നിന്റെ ഉദ്ദേശം. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കൊടുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്ന വലിയ കുരുക്കരുത്. കുത്തിയ മീനോട്ട് തിന്നാനും പറ്റില്ല, ചൂണ്ടലിൽ ഒഴിയുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളി. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. ഒരു സ്റ്റേജിൽ എനിക്ക് ആ ഫിഗർ ഇട്ടുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ വോയിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇവർ വിളിച്ചു പറഞ്ഞു അടുത്തായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞു. നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ ദൂരി മാറ്റണ്ടേ, പിന്നെ ഊരാ നമ്മൾ അതിൻ്റെ മുണ്ട് മാത്രം അഴിച്ചു മാറ്റിയിട്ട് ബാക്കി കോസ്റ്റ്യൂം കൊണ്ട് കയറിയിട്ട് മയക്കെടുത്തിട്ട് അപ്പം ആൾക്കാർ നോക്കുമ്പോൾ. പിന്നെ ഈ നമ്മൾ ഈ പ്രാക്ടീസും കാര്യങ്ങളെന്നൊക്കെ പറയല്ലേ, ഇപ്പം ഞാൻ വായിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് രാവിലെ സാധകം ചെയ്യാം, പാട്ടുകാരങ്ങനെ പാട്ട് സാധകം ചെയ്യാം, ഡാൻസുകാർക്ക് അവർക്ക് ഇങ്ങനെയാണ്. അപ്പം നിങ്ങളെയൊക്കെ നമ്മൾ സ്റ്റേജിലാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ സ്റ്റേജിൽ വന്ന് മൈക്കിൻ്റെ അകത്തോടാണ് നമ്മളിപ്പം നിങ്ങൾ മോഹൻലാലിനെ അല്ലെങ്കിൽ മറ്റൊരാളെ കരികരിക്കുന്നത്. അപ്പോൾ അത് ഈ വീട്ടിലൊക്കെ ഇരുന്ന് ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് ഇതൊക്കെ മോഹൻലാലിലേക്ക് എത്തുന്നു എന്ന് ആരാണ് ജഡ്ജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മളൊരു ഔട്ട്പുട്ടില്ല, ഫൈനൽ ഔട്ട്പുട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അതെ. അപ്പോൾ നിങ്ങളൊരു സ്റ്റേജിൽ വന്ന് അടുത്തായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ് മോഹൻലാലിനെ അനുകരിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പാട്ട് പാടുന്ന ഒരാൾ അല്ലെങ്കിൽ വയലിൻ വായിക്കുന്ന ഒരാളെ നിലയ്ക്ക് നമ്മൾ ഈ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ചെക്ക് വായിച്ച് നമുക്കൊരു കോൺഫിഡൻ്റ് ആകും ഇത് ശരിയായി. അപ്പോൾ അത് വളരെ സാധകത്തിൽ കൂടെയാണല്ലോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ നിങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് ഈ സാധകം എന്ന് പറയുന്നത്? വെള്ളത്തിലൊന്നും ഇറങ്ങി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ഈ ഇപ്പോൾ മോഹൻലാലിലേക്ക് എൻ്റെ സൗണ്ട് എത്തി എന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയുന്നത് എങ്ങനെ? അതല്ലേ ആരാണ് ജഡ്ജ് ചെയ്യുന്നത്? ജഡ്ജ് ചെയ്താൽ നമ്മുടെ ഈ മുമ്പുള്ള സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഓരോ സ്റ്റാർ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഒരു സിനിമയിലെ രംഗം സാറിനറിയാമല്ലോ, നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും അതിൻ്റെ ഒരു ശബ്ദമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന്, ഇപ്പോൾ ടച്ച് നമ്മുടെ വോയിസുമായിട്ട് എവിടെയെങ്കിലും ഒരു ഇതുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ സാറൊക്കെ ചെയ്യുന്ന പോലെ ഈ ഇങ്ങനെ അങ്ങനെ ഒരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് വേറെ ടൂൾസ് ഒന്നും ഇല്ല, തൊണ്ടയാണല്ലോ ടൂൾസ്. അതുകൊണ്ട് നമുക്ക് എവിടെ പണി സൈറ്റ് ഇരുന്നാണല്ലോ നമുക്ക് ജസ്റ്റ് കൂട്ടുകാരോട് ആ ശബ്ദത്തിലൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളിൽ ചോദിക്കട്ടെ ഈ സാധനം എങ്ങോട്ടെന്ന് പറയണം, പേരൊന്നും പറയുകയില്ല, ഞാനൊരു സംഭവം പറയാമെന്ന് പറയും. അപ്പോൾ അവർ ഇങ്ങനെ പറയും എടാ അത് വരുന്നുണ്ട് കുറച്ച് ഇതാക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്കൊരു ആത്മവിശ്വാസം, അവർ പറയും വരുന്നുണ്ട് ഇന്ന അതൊരു മീറ്റർ കറക്റ്റാക്കണം അല്ലെങ്കിൽ ഇന്ന കറക്റ്റാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ എൻ്റെ പേര് ഞാനൊന്ന് മാറ്റിയാലും നിലയ്ക്കുക ആഘോഷ് മേനോൻ. എൻ്റെ അഭിനയത്തെക്കുറിച്ച് പ്രകാശ് സാർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഭരത് മമ്മൂട്ടി, ഭരത് പി ജെ ആൻ്റണി, ഭരത് മോഹൻലാൽ എന്നൊക്കെ പറയുന്ന പോലെ ഭരത് ആഘോഷ് വളരെ നല്ലതല്ലേ. SRK മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ഞാനാണ് ഹീറോ. മേമന ഇല്ലത്തെ വാമദേവൻ നമ്പൂതിരി എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? ഓക്കേ. ഇത് എത്ര പേഴ്സൻറ്റേജ് ആയി എന്ന് നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസമായി കഴിയുമ്പോഴാണല്ലോ ഇത് പുറത്ത്. അല്ല, വിശ്വാസം എന്ന് പറയുന്നത് നമുക്കത് എപ്പോൾ ചെയ്താലും നമുക്ക് പരിപൂർണമായിട്ട് നമ്മൾ ഒരു എന്നെപ്പോലൊരു കലാകാരന് അത് അത്രയും നമ്മളൊരു 50% 60% ചെയ്യുന്നെങ്കിലും അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫൈനലിൽ കിട്ടുന്നത് സ്റ്റേജല്ല. ഈ വലിയ ഓഡിയൻസ് ഇല്ലാത്ത ചില ഏരിയയിൽ പോകുമ്പോൾ ഒരു പുതിയ ഐറ്റം പഠിച്ചിട്ടുണ്ട് ഇവനെ എടുത്ത് അവിടെ അങ്ങ് ചാടിക്കും നമുക്ക് അതിനൊരു റിസൾട്ട് അവിടെ കിട്ടും. ഏകദേശം വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സ്റ്റേജിന് പറയുമെന്ന് പറയും മറ്റേ സാധനം ഉണ്ടല്ലോ. പുതിയ പിള്ളേരെയൊക്കെ നമ്മൾ മിമിക്രി കാണുമ്പോഴേ സാധാരണയൊക്കെ ഒരു ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഇപ്പം മമ്മൂട്ടിയെ പോലെ ശ്രീനിവാസൻ്റെ ഒക്കെ ശബ്ദങ്ങൾ സാമ്യത ഉള്ളതായിട്ടൊക്കെ നമുക്ക് തോന്നും. ചില സമയത്ത് ചില ആർട്ടിസ്റ്റുകളൊക്കെ അവരുടെ ശബ്ദത്തിൽ തന്നെയായിരിക്കും, പക്ഷേ ഇവരൊക്കെ പറയുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ രീതിയിൽ അവരൊക്കെ സംസാരിക്കാൻ നമുക്ക് തോന്നാറുണ്ട്. ഇതിപ്പോൾ മോഹൻലാലാണെങ്കിൽ മോഹൻലാലിൻ്റെ വോയിസ് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒക്കെ ശബ്ദത്തിന് ഒരു സ്റ്റൈലുണ്ട് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതി സംസാരിക്കാൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ മോഹൻലാലൊക്കെയാണ്. ഒരു ചെറിയ പരിധി വരെയൊക്കെ ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ അല്ലാതായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ കാണുമ്പോൾ ഏകദേശം അങ്ങ് തോന്നും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പുതിയ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റാണ്. അപ്പോൾ നമ്മൾ കണ്ണടച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ
മമ്മൂട്ടിയാണോ മോഹൻലാൽ ശ്രീനിവാസനാണോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യം അവിടെ എല്ലാ മാനസങ്ങളും കൂടിയാണ്. അപ്പം അങ്ങനെ പുതിയ പുതിയ പിള്ളേർ വരുമ്പം നമ്മളിങ്ങനെ നിൽക്കുന്നത് നമുക്ക് അവരൊരു വെല്ലുവിളി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നമുക്ക് അവരെയൊക്കെ നോക്കി എടുത്തല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മഹേഷ് കുഞ്ഞു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു രക്ഷ അങ്ങ് പോവുക. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ചെറിയ ആർട്ടിസ്റ്റാണ്. അല്ല നമ്മൾ അവരൊക്കെ പുതിയ പിള്ളേർ അവരുടെ പെർഫെക്ഷൻ കൂടുതലാണ്. അവർ നമ്മളത് ആ കഴിവിനെ നമ്മൾ അംഗീകരിക്കണമല്ലോ. അവർ പെർഫെക്ഷൻ വളരെ ഒരു സ്റ്റാർ ചെയ്യുന്നത് പണ്ട് സ്റ്റാർ ചെയ്യുമ്പോൾ ഒരു 50% മതിയായിരുന്നു. പക്ഷേ ഇപ്പം 100% ഇപ്പോൾ ഓരോ പിള്ളേർ പറയുന്നത് ഇവർ തന്നെ ഡബ് ചെയ്യുന്നതാണെന്ന് തോന്നും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയാം, പ്രശ്നമല്ല കുഴപ്പം എന്ന് പറയുന്നത്, കുഴപ്പമോ അതുമല്ല കേട്ടോ, പറഞ്ഞൊരു മനസ്സിലാവും. ഇപ്പം ഗാനമേളയ്ക്കൊക്കെ 22 പാട്ടുണ്ട്, 22 ഇന്ന് നടന്ന ഗാനമേള തന്നെ നാളത്തെ. അപ്പോൾ 22 വാർഡ് സെയിമാണ്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള വാർഡുകളെല്ലാം ഏറെ കൊണ്ട് ചെറിയ പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. എന്നാൽ ഓൾമോസ്റ്റ് പാട്ടുകളെല്ലാം അതെ. കാര്യം ഈ ജനം കേൾക്കാൻ വരുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ പാടിയ പാട്ട് 2 പേര് ഇന്ന് പാടിയില്ലെങ്കിൽ അവർ കൂവി വേളമൊക്കെ ഉണ്ടാകും, അവർക്ക് ആ പാട്ട് കേൾക്കണമെന്ന് പറയും. പക്ഷെ മിമിസ്കാരെ പറ്റി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഒരു പരിപാടി നടത്താൻ പറ്റുന്നു, ഇന്നലെ കണ്ട അതേ സ്കിറ്റ് തന്നെയാണെങ്കിൽ നിങ്ങളവിടെ പരാജയപ്പെട്ടു പോകും. സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര വെല്ലുവിളിയായിട്ടല്ലേ? അത് കറക്റ്റാണ്. അല്ലെങ്കിലും പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം ഹിറ്റായാലും എല്ലാ സമിതിക്കാരും ഇത് കളിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം തലേദിവസം വേറൊരു ട്രൂപ്പുകാർ വന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് എരുമേലി കളിച്ചിട്ട് പിറ്റേ ദിവസം അടുത്ത ടീം വരുമ്പോൾ അവരുടെ ഈ മാസ്റ്റർ പീസ് ആയിട്ട് ഇതായിരിക്കും. ഇത് കളിക്കുമ്പോൾ അവിടെ ഏൽക്കുകയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇവിടെ ഒരു പ്രോഗ്രാം കളിച്ചിട്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം ഇത് എന്ന് കളിച്ചിട്ട് ഇതേ ഓഡിയൻസ് തന്നെ അവിടെ വരും. അവർ പറയും നിങ്ങൾ അപ്പം പരിപാടി ഏൽക്കുകയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ചില ഐറ്റംസ് ഇവിടെ കണ്ടാലും അവിടെ അങ്ങനെ ആസ്വദിക്കുക. അത് പെർഫോമൻസിൻ്റെ ഒരു ഇത് കേട്ടോ, ശരിയാ. എന്നാലും ഇതിന് വെല്ലുവിളിയല്ലേ ശരിക്കും. ഒരു ട്രൂപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴേ എങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് നിങ്ങൾ? നമുക്കവിടെ ഇന്നലെ ഇതെല്ലാം നമ്മൾ ചെല്ലുമ്പോഴേ അറിയുമോ നിങ്ങൾ ഈ കളിക്കുന്ന ഐറ്റംസ് എല്ലാം ഇന്നലെ ഉണ്ടായിരുന്നല്ല. നമ്മുടെ ഫ്രണ്ട് അവിടെ നമ്മുടെ സുഹൃത്തുണ്ട്, അപ്പോൾ അവൻ പറയടാ ഇന്നലെ ഉണ്ടായിരുന്ന പരിപാടിയല്ലേ ഇതൊക്കെ തന്നെ. പിന്നെ നമ്മളൊരു കളിച്ച് കയറ്റുക നമ്മുടെ അവിടെ ഓഡിയൻസ് കുറച്ച് പേര് എടുത്ത ഉണ്ടെങ്കിലും ഓഡിയൻസ് ചെയ്യാൻ. പിന്നെ നമ്മൾ കുറേ കൗണ്ടറുകൾക്ക് ചേഞ്ച് വരുത്തും. ഇവിടെ കളിച്ച് അവിടെ കളിച്ചായിട്ട് കുറേ പുതിയ നമ്പറുകൾ നമ്മൾ കയറ്റിയിടാൻ ശ്രമിക്കും. അങ്ങനെ പിന്നെ 3-4 എപ്പോഴും ഒരു കുറച്ച് സ്കിറ്റുകൾ എപ്പോഴും നമ്മളിങ്ങനെ എക്സ്ട്രാ തയ്യാറാക്കി വെക്കും. ചില ഏരിയയിൽ ചെല്ലുമ്പോൾ അവിടെ കളിച്ചത് കളിക്കണ്ട എന്നുള്ള ഇതിൽ സത്യത്തിൽ വെല്ലുവിളിയാണ്. അതെ 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 അതെ. ബാക്കിയുള്ള കലാരൂപങ്ങളെ പോലെ അല്ല. ശരിയാ. ഇപ്പോൾ ഗാനമേളയ്ക്ക് പാട്ട് പാടുമ്പം ആ പഴയ അന്ന് പാടിയ പാട്ട് തന്നെ പിന്നെ പാടിയാൽ അവർക്ക് കുഴപ്പമില്ല. അവർ കേൾക്കുന്ന ഈ പാട്ടൊക്കെ തന്നെ കേൾക്കാനാണ് വരുന്നത്. ഇപ്പൊ തന്നെ കസ്തൂരി എന്നുള്ള അന്ന് അർത്ഥം ഹിറ്റ് ഇപ്പൊ പാടിയാൽ അത് ഓക്കെ. അതുപോലെ തന്നെ നാടകം. അതെ. അപ്പൊ നാടകം പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ കഥകളല്ലേ. അതെ അത് ശരി. അപ്പൊ നമ്മൾ ഇന്നിട്ട് കാണുന്ന നാളെ 10 ദിവസം അടുപ്പിച്ച് നാടകം കണ്ടാലും 10 കഥകളും 10 രീതിയാണ്. പക്ഷെ മിമിക്സ് പരേഡ് എന്ന് പറയുന്നൊരു സാധനം ഇത് ഒരു വെല്ലുവിളിയാണ്. കാര്യം ഇത് എന്ത് കൊണ്ട് ചെന്നാലും ജനങ്ങൾക്ക് തൃപ്തിയാകുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ ട്രൂപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ നമ്മൾ ഏറ്റവും നന്നായി പോയ ട്രൂപ്പുകൾ ഏതാണ്? ആരൊക്കെയുണ്ട് ചില കലാകാരന്മാർ? ഒരുമാതിരി ഇപ്പോൾ ഈ ചാനലുകളിൽ കളിക്കുന്ന ഒരുമാതിരി കലാകാരന്മാരുമായിട്ടെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ട്രൂപ്പുകളിൽ സമിതികളിൽ. ഇപ്പം ആദ്യം ഞാൻ സംഘാല കളിച്ചു, 2ാമത് കൊല്ലം അശ്വതി ഭവനെ കളിച്ചു, 3ാമത് കൊച്ചിൻ ചോയ്സ്, പിന്നെ ആലപ്പുഴ റൈബാൻ്റെ ഇൻ്റർവെല്ലിന് പോയിരുന്നു, പിന്നെ തിരുവനന്തപുരം ഹാസ്യകരളി എന്ന് പറയുന്ന സമിതിയിൽ സുരാജൊക്കെ കളിച്ച് മാറി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പോയി ഒരു 6 മാസം അങ്ങനെ കളിച്ചായിരുന്നു. അപ്പം ഇത് ഇവിടെ എല്ലാം ഈ എല്ലായിടത്തും സീനിയറായ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. ഇപ്പോൾ സംഘാല കളിക്കും കൊല്ലം സിറാജിക്കുണ്ട്, ബോൾഗാട്ടി സുബ്രഹ്മണ്യ ചേട്ടുണ്ട്. അപ്പം അവരിൽ നിന്നെല്ലാം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് അവരിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഉപദേശങ്ങൾ തരാതെ ചെയ്യുന്നതിൻ്റെ ഇത് കറക്റ്റല്ല. അതെ, അവർ തരണ്ട, ഉപദേശം തന്നില്ലേ പോലും നമുക്ക് അവരുടെ അത് പ്രോഗ്രാം കണ്ട് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാവും, ഒരു സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേ മേളരിക ചേർന്നാണെങ്കിലും അതുപോലെ സിനാജ് ചങ്ങനാശ്ശേരിയുടെ ചോയ്സ് എന്ന് പറയുന്ന സമിതിയിൽ സിനാജ് ചങ്ങനാശ്ശേരി, ചാലക്കുടിക്കാരൻ ചങ്ങനാശ്ശേരിയൊക്കെ അഭിനയിച്ചത്. അവരുടെയൊക്കെ സുഹൃത്തുക്കളാണ്. എന്നാലും അവരുടെ ആ സീനിയോറിറ്റി വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യും. പിന്നെ നമുക്ക് ഈ ചാനലിലെ കാര്യങ്ങൾ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ്? ഈ കഴിഞ്ഞ ദിവസം മഴവിൽ മനോരമയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഏതൊക്കെ ചാനലിലാണ്? ഏഷ്യാനെറ്റില്ല ആദ്യമേ. അല്ല, മഴവിൽ മനോരമയിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു 6-7 കൊല്ലമായി കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിലാണ് ഫസ്റ്റ് പോകുന്നത്. സോനായിട്ട് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പേട്ടയുടെ സീസണിൽ ഞാൻ ഇവിടെ നമ്മൾ തിരക്ക് നടക്കുക അമ്പലത്തിൽ അവിടെ നിൽക്കുമ്പോൾ സോനായിട്ട് വന്ന് ചുമ്മാ അവിടെ നിൽക്കുന്നു. ഞാൻ വെറുതെ വർത്താനം ഇങ്ങനെ പറഞ്ഞു. അപ്പം നമുക്കറിയാമല്ലോ ഇവിടെ കാണുമായിരിക്കും, വിളിക്കണം, ഞാൻ വന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തിലാണ് എനിക്കറിയാം.
പക്ഷെ പുള്ളി പെട്ടെന്ന് മരിച്ചുപോയി. അതെ അതെ അതെ. അത് അന്നേരം ഞാൻ മരിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഇങ്ങനെ അമ്പലത്തിനോട് നിൽക്കുന്നതൊക്കെ. അദ്ദേഹമൊക്കെ ആയിട്ട് നല്ല ബന്ധം. സോമനാഥൻ്റെ സ്വന്തം ട്രൂപ്പിലും അതുപോലെ തന്നെ സോമനാഥൻ്റെ കൂടെ ചാനലുകളിൽ ഒത്തിരി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് ഫെസ്റ്റിവലിലാണ് ആദ്യമേ പോകുന്നത്. പിന്നെ രണ്ടാമത് ഏഷ്യാനെറ്റിലും സോമനാഥനെ വിളിക്കുന്നത്. ഏഷ്യാനെറ്റിൽ പുള്ളിയുടെ സമിതി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ വിളിച്ച് അവിടുത്തെ ഗുരുകുമാരനെ കൊണ്ട് വിളിപ്പിച്ച് അവിടെ പോയി ചെയ്തായിരുന്നു. സോമനാഥൻ വളരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പുള്ളി ഒരുപാട് കലാകാരന്മാരെ കയറ്റിവിട്ടിട്ടുള്ള. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റാറിനെ കേട്ടാലോ? തീർച്ചയായിട്ടും. ഈ സ്റ്റാർ ആയാലും പറയുമ്പോൾ എന്നോട് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അന്നേരം അതൊന്ന് പറയുകയും പിന്നെ അതിന് തെറ്റുകുറ്റങ്ങൾ അറിയുകയും ചെയ്യും. അപ്പം ഞാനൊരു പറയും ഈ ലാലേട്ടൻ്റെ പഴയകാല വോയിസ് എന്ന് പറയാം. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? സത്യം, ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപൊട്ടനരിക്കണം കാണുന്നവൻ. ഇതൊരുമാതിരി വെള്ളരി കണ്ടത്തിലെ കണ്ണീർ കോലം പോലെ. കോലത്ത് അടിച്ചാൾക്കറിയാം? അതേതാ ടീച്ചറെ, ഞാൻ അറിയാത്തൊരു തമ്പുരാൻ കോലത്ത്. അപ്പോൾ അവൾ ചോദിക്കുന്ന ഡയലോഗുണ്ട്. അത് തമ്പുരാൻ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ ശംഭൂ മഹാദേവ ചുമ്മാ. ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പെട്ടെന്ന്. പിന്നെ കോൺഫിഡൻറ്റോട് കൂടി ചെയ്യാൻ പറ്റുന്നത് ശ്രീനിവാസൻ വെച്ച് അതുപോലെ കേൾക്കാം. അതെ. ഞാനാരാ നീ നാട്ടിലെ പട്ടിക്ക് പറയാം, പൂച്ചക്ക് പറയാം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കടൂ, ബഹുമാനിക്കാൻ ശീലിക്ക്. പല ബാങ്കുകളിലായി എൻ്റെ പേരിൽ കിടക്കുന്ന ലക്ഷങ്ങളിലെ കണക്കുകൾ ഞാനിവിടെ പറയുന്നില്ല. കരിവണ്ടൂര്, പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലം 3 കൊട്ടകൾ എൻ്റേതാണ്. മത്തിക്കരകൾ ഓം വിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടെയുമല്ല. എനിക്കൊരു പീറപ്പട്ടാളക്കാരൻ്റെ തൂക്കുമൂട്ടിക്കേണ്ട കാര്യമില്ല. പിന്നെ പൃഥ്വിരാജ് ഉണ്ട്. കേട്ടെ എന്നാ പൃഥ്വി പറഞ്ഞേക്കല്ലേ. ഒരു മലഞ്ചരക്കേട, പിന്നെ 50 ഏക്കർ റബ്ബർ, അത് അപ്പനുണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ ബൂർഷ ഉണ്ട്. പെങ്ങക്ക് മൊത്തത്തിലൊരു മാവോയിസത്തിൻ്റെ മണമുണ്ട്. കുമാര, ജീവിതത്തിൽ ഇതുവരെ നോമ്പ് പോലും പിടിച്ചിട്ടില്ല. ഇതൊരു നോമ്പായിക്കോട്ടെ. ഞാൻ ജയിലിൽ നിന്നിറങ്ങുന്ന അന്ന് എൻ്റെ ഈ ഫോൺ ഫുൾ ചാർജ് ആയിരിക്കണം. കാരണം എൻ്റെ അപ്പൻ്റെ പേര് കുര്യൻ ജോൺ എന്നാ. അയ്യപ്പനും കോശിക്കാത്ത. പിന്നെ രഞ്ജിത്ത് ചെയ്യും. ഇവിടെ നിന്നെല്ലാം പറഞ്ഞിട്ട് പോയാൽ മതിയല്ലേ. നമുക്ക് രഞ്ജിത്ത്. മോഹൻ, ഒരാൾ നടനാവണമെങ്കിൽ ജീവിതാനുഭവം വേണം, നിരീക്ഷണ ബോധം വേണം, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള മനസ്സുണ്ടാവണം. മോഹൻ, നിങ്ങളൊരു നടനാവണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതായിരിക്കും. വേറെ പണിപ്പുരയിൽ ആരെങ്കിലും ഉണ്ടോ? എന്തോ പണിപ്പുരയിൽ ഇപ്പം ഇല്ല. ഇപ്പം പണിപ്പുരയിലോട്ട് 1-2 ചാടിക്കണം. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ഉണ്ട്. അതൊന്നും ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ തുടർച്ചയായിട്ട് സ്റ്റേജുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. അല്ല, ഇതിപ്പോൾ നമുക്കിങ്ങനെ കേട്ടിട്ട് തന്നെ വളരെ പെർഫെക്റ്റായിട്ട് തോന്നുന്നുണ്ട്. ബാക്കി നമ്മൾ സൗണ്ട് സിസ്റ്റത്തിലൊക്കെയാണല്ലോ ഇതെല്ലാം സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ തന്നെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ജനമൈത്രി പോലീസും സീസൺ മാലാകെ എന്നതിന് പേരിട്ട്. അത് കുഴപ്പമില്ല. അല്ല, ഞാൻ മ്യൂസിക്കൊക്കെ ചെയ്തു തന്നെ. അതെ 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 സാറാണ് മ്യൂസിക് ചെയ്ത്. അതെ, ആറാറൊക്കെ ചെയ്തു. അതെ 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 സാറാ. അപ്പം ഞാൻ അങ്ങനെ അത് കണ്ടത് ഉള്ളത് ചെയ്തത്. പിന്നെ കൊറോണ ടൈം ആയ സമയത്ത് ഇതെല്ലാവരും സംഗതി ഞാൻ ഇത്രയും വർഷം അതിൻ്റെ സംഗതി മറന്നു കിടക്കുമായിരുന്നു കേട്ടോ. സാറ് പറഞ്ഞപ്പോൾ അങ്ങനെ സംഗതി ചെയ്തു തന്നെ. ആ സമയത്ത് കൊറോണയായിട്ട് ഉള്ള സമയം വീടിയിരിക്കുന്ന സമയങ്ങളിൽ എല്ലാവരും ഓരോ ജാടേ പറയുന്നത്. ജാട നമ്മളത് വിട്ടുപോയത് സംഗതി. അല്ല, ഞാൻ സാർ എൻ്റെ കാര്യം അത്. അല്ല, ഞാൻ അതിനകത്ത് പങ്കാളിയാകണ്ട്. അതെ 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 അതാ സാർ പെട്ടെന്ന് ഓർത്ത്. ആ സമയത്ത് നമുക്ക് ഇവിടെ ഇറങ്ങിയ കുറച്ച് ആൾക്കാരെല്ലാം ഇത് ചെയ്തായിരുന്നു. ഓടിച്ച് കിടന്ന് ഞാൻ മ്യൂസിക് ചെയ്ത് കൊടുക്കും. സാറ് തിരക്കോട് തിരക്കല്ലേ. ഞാൻ വന്നപ്പോൾ തന്നെ സാർ വേറെന്തോ ഒരു സംഭവം ചെയ്തോണ്ടിരിക്കുക. അപ്പം റോബർട്ട്, ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിലേ നമുക്കൊക്കെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഒരു നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിച്ച് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ റോബർട്ടിൻ്റെ ജീവിതത്തിലെ ഈ കുടുംബപരമായ സപ്പോർട്ടും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. വീട്ടുകാരുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. ഞാൻ ആ സ്കൂളിൽ മിമിക്രി കാണിക്കുന്ന സമയം മുതൽ എൻ്റെ മാതാപിതാക്കൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പ്രോഗ്രാമിന് പോകാനാണെങ്കിലും ഇത് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, അതുപോലെ തന്നെയുള്ള സപ്പോർട്ടാണ്. പിള്ളേർ എത്ര കുട്ടികളാണ്? പിള്ളേർ ഒരാൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 3 പഠിക്കുന്നു. മൂത്തയാളുടെ പേര്
ഗൗതം കാർത്തികേയൻ, രണ്ടാമത്തെ ആളുടെ പേര് ഗൗരവ് കാർത്തികേയൻ. അപ്പം പിള്ളേരുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ എവിടെ പ്രോഗ്രാമിന് പോയെന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പോൾ ഫെബ്രുവരി വർക്കും കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഈ കോസ്റ്റ്യൂം ബാഗ് എടുത്തുകൊണ്ട് പോയാൽ മതി. കാരണം പുള്ളി മക്കൾ രണ്ടുപേരുടെ ഇളയവനും വൈഫ് അത് കഴുകി വൃത്തിയാക്കി വെക്കും, ബൊമ്മാരത് തേച്ച് അതിനെന്നാക്കെ വേണം, പാൻ കേക്ക് എല്ലാ സാധനം മേക്കപ്പ് സാധനം കംപ്ലീറ്റ് എടുത്ത് ബൊമ്മാർ സെറ്റ് ചെയ്ത് അവിടെ വെച്ചേക്കും. അപ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് പോകുന്ന മാത്രമല്ല, അതുപോലെ സപ്പോർട്ടാണ്. ഇന്നിപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് വരാനാണെങ്കിൽ അച്ചാച്ചി എവിടെ പരിപാടിയും ചോദിച്ചു. നമ്മൾ പരിപാടിയല്ല മോനെ പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞാൽ പുള്ളി ട്യൂഷന് പോകുന്നതിന് മുമ്പ് അമ്മമാരെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വൈഫും 5 മണിയാകുമ്പോൾ കയറിപ്പോൾ അതും സെറ്റ് ചെയ്ത് ഞാനത് ഇവിടെ ചെന്ന് 8 മണിയാകുമ്പോൾ എടുത്ത് ഇങ്ങോട്ട് പോകും. ഇത്രയും നമ്മുടെ അത് അവരുടെ സപ്പോർട്ട്. അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്ത് കാണാനായിട്ട് സ്റ്റാർ. പിന്നെ അച്ഛനെ അമ്മ എങ്ങനെയാ? ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞില്ല. അവർ ചെറുപ്പം പോലെ അവർ ഞാൻ ഈ കലാരംഗത്ത് പോകാണ്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ അത് ഓരോന്നിനും ചേർക്കാനാണെങ്കിലും അല്ലാതെ പ്രൊഫഷണലായിട്ട് പോയ സമയത്താണല്ലോ അച്ഛനും അമ്മയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും. അച്ഛൻ മുൻപ് ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അച്ഛൻ്റെ പേര് രവീന്ദ്രൻ എരുമേലി. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നൊരു ആളാണ്. പരിസ്ഥിതി പ്രവർത്തകനും അതുപോലെ എഴുത്തുകാരനും ആണ്. അമ്മ പിന്നെ വീട്ടിൽ തന്നെ, വൈഫ് മായ, അങ്ങനെയാണ് കുടുംബം. വേറെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് പറഞ്ഞേ? വേറെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഉപജീവന മാർഗം. ഓക്കെ, അപ്പം നമുക്ക് ദുൽഖർ സൽമാൻ്റെ ഒരു സംഭവം പറയാം. ദുൽഖർ സൽമാൻ, അതെ, മമ്മൂക്കയുടെ ഫിഗർ ചെയ്യുമ്പോൾ ദുൽഖർ സൽമാൻ നമ്മൾ പറഞ്ഞിരിക്കണമല്ലോ. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരായിക്കോട്ടെ. ദുൽഖർ സൽമാൻ സാധാരണ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഞങ്ങൾ തെരുവേട്ടികൾ കുടമകളില്ലല്ലോ ആ സാധനം. അപ്പം ഞാൻ അതല്ലാതെ അത് കഴിഞ്ഞ് പുള്ളിയുടെ ഒരു പുതിയ സിനിമ ഇറങ്ങിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൂടെ ബസ്സിന് കല്ലെറിഞ്ഞും പോസ്റ്റിനും കാണാൻ ഒരുപാട് പിള്ളേരുണ്ട്. പക്ഷെ അവരെ ചതിക്കുകയില്ല, വഴിയിലിട്ട് ചോദ്യമില്ല. സാറേ, നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയത്തില്ലാട്ട അവർ വിചാരിച്ചാൽ നടക്കാട്ടൊന്നുമില്ല. വരട്ടെ സറം മെരി കുരിയ എന്ന് പറഞ്ഞ ബാല ടിനിട്ടോ. ദിസ് ഇസ് ഞാൻ പൃഥ്വിരാജ് അനൂപ് മേനോനെ ഞങ്ങൾ ഫ്രണ്ട് സെറ്റപ്പിൽ ചെയ്യുന്ന പടം അതിലൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാണ്. മിസ്റ്റർ ടിനി, നിങ്ങൾ റേറ്റ് പറ. അല്പം മലയാള സിനിമ ഞാൻ അഭിനയിക്കുന്നു പറഞ്ഞാൽ എനിക്ക് 4 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. മിസ്റ്റർ ടിനി, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാതെ റേറ്റ് കുറച്ച് കമ്മി പറ. ഇത് ഞാൻ പൃഥ്വിരാജ് അനൂപ് മേനോനെ ഞങ്ങൾ ഫ്രണ്ട് സെറ്റപ്പിൽ ചെയ്യുന്ന പടം നിങ്ങൾ പറയുന്നു കേൾക്കൂ മിസ്റ്റർ. എന്താ കുട്ടിയുടെ പേര്? ഷീല. ഞാൻ സത്യനും ഷീലയും. കുട്ടി ചെമ്മീൻ കണ്ടിട്ടോ? ഇല്ല അല്ലേ? സോറി, ഞാൻ മദ്യപിക്കത്തില്ല. മദ്യപിക്കുന്ന കാശുകൾ കൂട്ടിവെച്ച് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പാവങ്ങൾ കന്നദാനം കൊടുക്കും. അതാണ് എൻ്റെ വീക്ക്നെസ്. ഏത് ഇപ്പോൾ ഇനി പറയാൻ എനിക്ക് അറക്കലബു ഷൈജു കുറുപ്പ്. ആടിലെ പുള്ളിയുടെ ഒരു ഹിറ്റ്. ഷാജിയേട്ടാ, കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പൻ്റെ കൈ വെട്ടിപ്പോ കട്ട ചോരയാ മുഖത്ത് കറിച്ച്. അത്രയ്ക്ക് പറ്റുള്ള ഒരു പീറയാണ്. ഷാജിയേട്ടാ, സംഗതി പുരാവസ്തുവാ. ഞാനിത് ഡീൽ ചെയ്തോളാം. എൻ്റെ പേര് മറക്കണ്ട, അറക്കൽ അബു. പിന്നെ ആ സ്ഥാനത്ത് ഇത് വേണം നമുക്ക് ബൈജു പറയാം. ബൈജു ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്നൊരു ഉണ്ടോ? ബൈജു പറയാം. ബൈജുവിൻ്റെ എൻ്റെ പൊണ്ണാണ് അവിടെ നിന്ന് ഒട്ടും നീ തീരുമാനിക്കണ്ടേ ഇപ്പറ എടുത്തുണ്ടെന്ന്. ഒരു മര്യാദയൊക്കെ വേണ്ടടാ. നീക്ക സാധനം ഇതിൽ നിന്ന് വേണം ലാലിലോട്ട് പോകാം. ഈ ബൈജുവിൽ നിന്നും എന്താ കുട്ടിയുടെ പേര്? ഇവിടുന്ന് ഒരു ഡെപ്ത് എടുത്ത് അങ്ങനെ ഈ സ്റ്റാറിൽ നിന്നും കയറി നമുക്ക് പോവാം. നമ്മുടെ ഒരു ഭയങ്കര ഹിറ്റായ ഒരു സീരിയലായി മഴവിൽ മനോരമയിലെ തന്നെ തട്ടിമുട്ടി. അതിനകത്ത് നമ്മുടെ അർജുനൻ മാഷിൻ്റെ മോഹനവല്ലി, അമ്മേ ഞാനൊരു കവിത ചൊല്ലട്ടെ. മകരന്ത മലയ മാങ്ങാത്തൊലിക്കൊരു മഞ്ഞുകാലം. അമ്മേ, അല്ലേ വേണ്ട, ഞാൻ അവിടെ പോയിട്ട് അർജൻറ്റീനയുടെ ഫുട്ബോൾ കാണാൻ പോവാ. അമ്മ വരുന്നോ? അപ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ ചെയ്യുന്ന കലാകാരന്മാരുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയാണ്. അതെ, അത് നമ്മൾ അൾട്ടിമേറ്റ് ശ്രമിക്കുക അല്ലേ? അപ്പം ഞങ്ങളും ജനമുഖത്തിൻ്റെ എല്ലാ ആൾക്കാരും ഒപ്പം എരിമേലിയുള്ളവരും കേരളത്തിൽ നിങ്ങളെ അറിയുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. അതുപോലെ എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലൊരു എളിയ കലാകാരനെ ജനമുഖത്തിൻ്റെ പ്രതിഭാസംഗമം എന്ന പരിപാടിയിൽ ഒരു ഇൻ്റർവ്യൂവിന് അവസരം ഉണ്ടാക്കി തന്ന ഉന്മേഷ് സാറ്, പ്രത്യേകിച്ച് നമ്മുടെ ഹരിസ് സാറ്, എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സന്തോഷം. അപ്പോൾ സന്തോഷമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും സന്തോഷം. നമ്മളെല്ലാവരും ഒരു ദിവസം
നിങ്ങളതിന് വലിയ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അവസരം അതെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് അതെ അത് മുകളിൽ തീർച്ചയായിട്ടും. അതെ, നമ്മൾ വർക്ക് നമ്മളെപ്പോഴും നമ്മളൊക്കെ ഓരോരുത്തർ എവിടെ ചെന്നെത്തുമെന്ന് നമുക്കൊന്നും predict ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് നമുക്കൊരു ഭാഗ്യം ഉണ്ടാവും നടക്കുക. അപ്പം എല്ലാവരുടെയും മനസ്സിലൊരു ആരാധനാ കഥാപാത്രമായി ഭാവിയിൽ നിങ്ങളുടെ ശബ്ദം അനുകരിക്കുന്ന നിങ്ങളുടെ ശബ്ദം അനുകരിക്കുന്ന മറ്റ് കലാകാരന്മാരുണ്ടാവട്ടെ എന്ന് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം ജനവും TV-യുടെ എല്ലാവിധ പിന്തുണകളും എപ്പോഴും ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്യും. വളരെയധികം അപ്പോൾ ഇതുവരെ പരിപാടിയിൽ പങ്കെടുത്ത എന്നെ സഹിച്ചതിന് വളരെ കൂളായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്ത നിങ്ങളെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. ആഘോഷിക്കാം പൊന്നോണം, ആർമാദിക്കാം സ്റ്റൈലിഷായി. ഓണം മ്യൂറൽ എഡിഷൻ ഡിസൈൻസ് ഫ്രം വാരിയർ മ്യൂറൽ ഷർട്ട്സ് ആൻഡ് കുർത്താസ്. ആഘോഷിക്കാം പൊന്നോണം, ആർമാദിക്കാം സ്റ്റൈലിഷായി. ഓണം മ്യൂറൽ എഡിഷൻ ഡിസൈൻസ് ഫ്രം വാരിയർ മ്യൂറൽ ഷർട്ട്സ് ആൻഡ് കുർത്താസ്.